പൊന്നാനി നഗരസഭയിലെ 5ാമത് നഗര ജനകീയാരോഗ്യ കേന്ദ്രം നെയ്തല്ലൂരിൽ MLA P. നന്ദകുമാർ നാടിന് സമർപ്പിച്ചു. പൊന്നാനി നഗരസഭയുടെയും ദേശീയ നഗരാരോഗ്യ ദൗത്യത്തിന്റെയും നേതൃത്വത്തിൽ നഗരസഭയിലെ വാർഡ് 12 നെയ്തല്ലൂരിൽ ആരംഭിച്ച ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം MLA P. നന്ദകുമാർ നിർവഹിച്ചു. നഗരസഭയിലെ എല്ലാ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുള്ള നഗരസഭാ ഭരണസമിതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 6 കേന്ദ്രങ്ങളിൽ ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായുള്ള 5ാമത്തെ ആരോഗ്യ കേന്ദ്രമാണ് നെയ്തല്ലൂരിൽ ആരംഭിച്ചത്. ദേശീയ നഗരാരോഗ്യ മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ അനൂപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ ഷീന സുദേശൻ, രജി ഷുപ്പാല, നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CP മുഹമ്മദ് കുഞ്ഞി, വാർഡ് കൗൺസിലർ ഷാഹുൽ ഹമീദ്, താലൂക്ക് ആശുപത്രി പബ്ലിക് റിലേഷൻ ഓഫീസർ സലാഹുദ്ദീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്വാഗതവും സെക്രട്ടറി സജിറോൺ നന്ദിയും പറഞ്ഞു. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിലെ ഒരുപാട് വൻകിട വ്യവസായങ്ങൾ, അതുപോലെ തന്നെ മറ്റു രൂപത്തിലേക്കുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ എല്ലാം നടന്നാലും ജനങ്ങളുടെ ജീവിത നിലവാരവും ജനങ്ങളുടെ ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് രാഷ്ട്രത്തിന്റെ വികസനമേ മാറില്ല. രാജ്യത്തിന്റെ വികസനം എന്ന് പറഞ്ഞാൽ സാമാന്യ ജനവിഭാഗങ്ങൾക്കുള്ള രാജ്യത്തിന്റെ സർക്കാരുകളുടെ ഫണ്ട് വിനിയോഗിക്കാനും ആ സർക്കാരിന്റെ ഫണ്ടിന്റെ ഗുണം കിട്ടാനുള്ള അവസരം ഉണ്ടാക്കലാണ്. ഒരു രോഗത്തിന്റെ നിർണയത്തെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്ന ടെസ്റ്റൊക്കെ നടത്തി ഒരു രോഗിക്ക് പ്രാഥമികമായിട്ടുള്ള രൂപത്തിലേക്കുള്ള ഒരു ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തി അത് കൂടുതൽ ചികിത്സ വേണമെങ്കിൽ റഫർ ചെയ്യാനുള്ള സൗകര്യം നമുക്കുള്ളത്. അത് പൊന്നാനിയിലില്ലേ? ഇപ്പോൾ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി, കുട്ടികളുടെ സ്ത്രീകളുടെ ആശുപത്രി, വലിയ സംവിധാനത്തോടു കൂടിയുള്ള ആശുപത്രികളാണ് നമുക്കുള്ളത്. ഇപ്പോൾ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ 10 കോടി രൂപയുടെ ഒരു ബ്ലോക്കിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കുള്ളത്. അപ്പോൾ വലിയ രൂപത്തിലേക്കുള്ള ചികിത്സാ സംവിധാനം നമ്മുടെ സാധാരണക്കാരന് എത്തുകയാണ് നമുക്കുള്ളത്. അതാണ് കേരളത്തിന്റെ പ്രത്യേകത നമുക്കുള്ളത്. അതാണ് കേരളത്തിന്റെ സവിശേഷത. എവിടെ പോയാലും പ്രാഥമികമായ ചികിത്സാ സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ EMS നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടുകളാണ് കേരളത്തെക്കുറിച്ച് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള പദ്ധതികളാണ് അന്ന് മനസ്സിൽ കണ്ടത്. അതിലേറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ, ഒരു മലയാളി വളരെ ഗൗരവത്തോടുകൂടി മുൻഗണന നൽകേണ്ട മേഖല വിദ്യാഭ്യാസമാണെന്നാണ് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പാർപ്പിടം ഉൾപ്പെടെയുള്ള, കുടിവെള്ളം ഉൾപ്പെടെയുള്ള, വൈദ്യുതി ഉൾപ്പെടെയുള്ള സാമൂഹ്യ വികസന പദ്ധതികളാണ്. ഇന്ന് തുടർച്ചയായിട്ട് 8 വർഷക്കാലം കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ഏറ്റവും പരമപ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് ജനങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അത് അവരുടെ വീട്ടുപടിക്കൽ സേവനമായി തന്നെ ലഭ്യമാക്കണമെന്നുള്ളതാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ ജനകീയ ആരോഗ്യ നയം ആശാ വർക്കർ മുതൽ അങ്ങ് ഒരു താലൂക്ക് ആശുപത്രി വരെയുള്ള വിവിധ ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഫാമിലി ഹെൽത്ത് സെന്ററുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ ഈ നഗരത്തിന്റെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമുക്ക് VM ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്താൻ നമുക്ക് കഴിഞ്ഞു. അതിന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈഴുവതിരുത്തി ഫാമിലി ഹെൽത്ത് സെന്റർ എങ്ങനെയായിരുന്നു നേരത്തെ, ഇന്നെങ്ങനെയാണ്? ആരോഗ്യ മേഖലയിൽ നാം നേടിയ നേട്ടങ്ങളെ സംബന്ധിച്ച് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ആരോഗ്യ മേഖലയിലെ ഒരു മുന്നേറ്റമാണ് ഈ ഗവൺമെന്റ്, ഈ നഗരസഭയുടെ 10 വർഷത്തെ ഈ ഭരണകാലത്ത് നമുക്ക് നേടാൻ കഴിഞ്ഞത്. മാത്രമല്ല ഒട്ടനവധി കാര്യങ്ങൾ ഈ 5 വർഷത്തെ കാര്യം തന്നെ പരിശോധിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഈ നെയ്തല്ലൂരിന്റെ വികസനത്തിന്റെ ഓരോ തലവും പരിശോധിച്ചാൽ മനുഷ്യൻ സഞ്ചരിക്കാൻ യോഗ്യമല്ലാതെ ഉണ്ടായിരുന്ന നെയ്തല്ലൂർ BM പുക്കേപ്പാടം റോഡ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ വികസന റോഡ് പദ്ധതി, പുനരുദ്ധാരണ പദ്ധതി പ്രകാരം 2.5 കോടി രൂപ ഈ നഗരസഭയ്ക്ക് അനുവദിച്ചപ്പോൾ അതിൽ 30 ലക്ഷം രൂപ
ഈ വാർഡിനാണ് നഗരസഭാ ഭരണസമിതി അനുവദിച്ചത്. അതിന്റെ പ്രവൃത്തി പകുതി പൂർത്തീകരിച്ചു. ഈ സെപ്റ്റംബർ മാസത്തോടുകൂടി മഴ ഒന്ന് ശമിക്കുന്നതോടുകൂടി അത് നാടിന് പൂർണ്ണമായി സമർപ്പിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് നഗരസഭാ ഭരണസമിതി. തീർന്നില്ല. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ വികസന പദ്ധതി പ്രകാരം അച്ചുണ്ടിയേട്ടന്റെ ഗിരീഷിന്റെ വീടിന്റെ മുന്നിലൂടെ വരുന്ന ഊരമ്പള്ളിക്കാവിന്റെ റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന ചളി വിളിയായി മനുഷ്യൻ നടക്കാൻ കഴിയാത്ത അവസ്ഥയിലുണ്ടായിരുന്ന ആ റോഡ് 15 ലക്ഷം രൂപ ചെലവഴിച്ച് നമ്മൾ കോൺക്രീറ്റ് പാതയാക്കി അത് നവീകരിച്ചു, നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ ഇപ്പുറത്ത് MLA ഫണ്ട് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം 10 ലക്ഷം രൂപ അനുവദിക്കപ്പെട്ടു. ആ റോഡിന്റെ പണിയും പൂർത്തീകരിച്ചു. ഐശ്വര്യ നെയ്തലൂർ റോഡ് 1 കോടി രൂപ ശ്രീരാമകൃഷ്ണന്റെ വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തി നമ്മൾ പൂർത്തീകരിച്ചു. അതിനുശേഷം 36 ലക്ഷം രൂപ MLAയുടെ ഫണ്ടും 18 ലക്ഷം രൂപ നഗരസഭാ ഭരണസമിതിയുടെ നിങ്ങളുടെ കൗൺസിലറുടെ വികസന ഫണ്ടും ഉപയോഗപ്പെടുത്തി ഐശ്വര്യ മുതൽ പോത്തന്നൂർ അതിർത്തി വരെ ആ പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. സമഗ്രമായ വികസനമാണ്. ഇവിടെ നമുക്കൊരു സബ് സെന്റർ ഉണ്ട്. എന്റെ എല്ലാം ചെറുപ്പകാലത്ത് ഈ നെയ്തല്ലൂരിലെ അങ്ങാടി എന്ന് പറയുന്നത് ഹെൽത്ത് സെന്റർ ആണ്. അവിടെ 4 കടമുറിയും ഈ ഹെൽത്ത് സബ് സെന്ററുമാണ്. ആ സബ് സെന്റർ ആണ് നെയ്തല്ലൂരിന്റെ ഈ ഗ്രാമത്തിന്റെ ഏക ഒരു കേന്ദ്രം. ആ സബ് സെന്റർ ശോചനീയമായ അവസ്ഥയിലാണ്. ഹെൽത്ത് ഗ്രാന്റ് ഉപയോഗപ്പെടുത്തി 55.5 ലക്ഷം രൂപ ചെലവഴിച്ച് അടുത്ത മാസം അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്താൻ ഈ നഗരസഭ ഭരണസമിതി തയ്യാറായി നിൽക്കുന്ന വിവരം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളുടെ കൗൺസിലറുടെ നേതൃത്വത്തിൽ നടക്കുന്ന നിശബ്ദ പോരാളിയാണ് ഷാഹുൽ. അദ്ദേഹം ഒരു പ്രകടനപരക്കാരനല്ല, നിശബ്ദമായി ഈ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 55.5 ലക്ഷം രൂപ ഇവിടുത്തെ സബ് സെന്ററിന് സ്വന്തമായി കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന കൗൺസിലറാണ് ഇവിടെ ഈ വേദിയിലിരിക്കുന്നത്. അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം സെപ്റ്റംബർ മാസത്തിൽ നടത്തും. ആ ആരോഗ്യ മേഖലയിൽ ഇടപെടലിന്റെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടനമാണല്ലോ ഒന്ന് നടന്നത്. അങ്ങനെ 2 ഏറ്റവും മികച്ച ആരോഗ്യ കേന്ദ്രം ഈ നെയ്തലൂർ എന്ന ഗ്രാമത്തിലേക്ക് വരികയാണ്. നിങ്ങൾ എല്ലാം പശ്ചാത്തല മേഖലയിലെ എല്ലാ മേഖലയും പരിശോധിച്ചു നോക്കൂ. ഇവിടെ നിരന്തരമായി വാർഡ് സഭകളിൽ ഉയരുന്ന വ്യത്യസ്തങ്ങളായ പശ്ചാത്തല മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് പദ്ധതികളായി പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ നഗരസഭാ ഭരണസമിതി. അതുകൊണ്ട് നെയ്തല്ലൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന നാളുകളാണ് ഈ കഴിഞ്ഞുപോയ 5 വർഷമെന്ന് അഭിമാനത്തോടെ നഗരസഭാ ഭരണസമിതിക്ക് വേണ്ടി ഇവിടെ നിങ്ങളുടെ മുന്നിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ വികസന തുടർച്ച, അതിനൊരു തുടർച്ച ഉണ്ടാകണം. ഈ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു തുടർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി അകമഴിഞ്ഞ പിന്തുണ നിങ്ങളുടെ എല്ലാവരുടെയും ഈ നഗരഭരണ സമിതിക്ക് ഉണ്ടാകണം. ഇവിടുത്തെ നെയ്തല്ലൂരിലെ മാത്രമല്ല, ഇത് 51 വാർഡിലും വികസനത്തിന്റെ വലിയ ഒരു കുത്തൊഴുക്ക് സൃഷ്ടിക്കാൻ ഈ നഗരസഭാ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. പ്രായമായി ഒക്കെ വരുന്ന സമയത്ത് മറ്റുള്ളവരെ ആശ്രയിച്ച് എങ്ങനെ എനിക്ക് വരാനുള്ള അല്ലെങ്കിൽ വന്നിട്ടുള്ള അസുഖത്തെ അല്ലെങ്കിൽ രോഗത്തെ എങ്ങനെ ചികിത്സിക്കുമെന്ന ആ വലിയ ഉത്കണ്ഠ അതില്ലാതാക്കിക്കൊണ്ട് എന്ത് വന്നാലും ശരി, ഈ നാട്ടിൽ ഏത് പ്രയാസഘട്ടം വന്നാലും ശരി, എന്ത് തരത്തിലുള്ള അസുഖങ്ങൾ വന്നാലും ശരി, മറ്റാരുടെയും കാൽക്കൽ കുമ്പിടാതെ ഇതിനുള്ള ചികിത്സാ സംവിധാനം ഒരുക്കുന്ന ഒരു നാടാണ് ഈ കേരളം എന്ന അഭിമാനബോധത്തോടു കൂടി ജീവിക്കാനുള്ള പ്രാപ്തി ഒരു സർക്കാർ സംവിധാനം, നമ്മുടെ പ്രാദേശിക ഗവൺമെൻറ്റുകൾ സാധാരണ ജനങ്ങൾക്ക് നൽകുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ആരംഭിച്ചിട്ടുള്ള ഇത്തരം നഗരാരോഗ്യ കേന്ദ്രങ്ങൾ. താലൂക്ക് ആശുപത്രിയിൽ എല്ലാ അർത്ഥത്തിലുള്ള സ്പെഷ്യാലിറ്റിയും അവിടുത്തെ സംവിധാനങ്ങൾ മുമ്പുണ്ടായിരുന്ന സംവിധാനത്തിൽ നിന്നെല്ലാം വലിയ മാറ്റങ്ങൾ വരികയാണ്. ഇപ്പോഴാ 10 കോടി രൂപയുടെ വലിയ ഒരു കെട്ടിടത്തിന്റെ പ്രവൃത്തി നമ്മുടെ പ്രിയപ്പെട്ട നന്ദേട്ടന്റെ നിരന്തരമായ ഇടപെടൽ കൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അത് വരുന്നതോടുകൂടി പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ആശുപത്രിയെ തന്നെ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയാണ്. അപ്പൊ ഇതെല്ലാം മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത, ഇന്ത്യ രാജ്യത്തും മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കുമെല്ലാം നമ്മുടെ താലൂക്ക് ആശുപത്രികളും ഗവൺമെന്റ് സംവിധാനങ്ങളും കൂടുതൽ പ്രാപ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് എത്തുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.